കാറ്റ് വരുന്നു. നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാരടിയാരെ കാതിനായി പാപികളെ വരുവിൻ യാചിപ്പിൻ ഓർത്തു തുറന്നിടുമേ അതിലെ തൂക്കിയിട്ടിരിക്കുന്ന നമുക്ക് ഭവന കൂദാശ ആരംഭിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽക്കുണ്ടാകട്ടെ. ആമേൻ. സ്വർഗവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള മറിയമേ നിനക്ക് സമാധാനം. കർത്താവേ നിന്റെ സമാധാനവും ശാന്തിയും ഈ ഭവനത്തിൽ വസിപ്പിച്ച് ഇതിലുള്ള സകലത്തെയും അനുഗ്രഹിക്കണമേ. ഇതിലെ വരവ് ചെലവുകൾ തിരുനാമമാർദ്ദത്തിനും നീതിയുടെ പരിപാലനത്തിനുമായിരിക്കുമാറാകണമേ. നിന്നിൽ നിന്നുള്ള സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും ഇതിനെ ഐശ്വര്യപ്പെടുത്തി ഇതിൽ വസിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകണമേ. ആയുഷ്കാലം മുഴുവനും രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളും നിന്നെ പ്രീതിപ്പെടുത്തുവാനിടയാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഇവിടെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസവും നല്ല ഓർമ്മയും നൽകണമേ. ആത്മാവിനെ നിങ്ങളുയർത്തുന്നെന്നാദാ ശരണം ലജ്ജിക്കരുതേ. ഞാൻ വൈദികൾ എന്നെ ചൊല്ലി പുകഴരുതേ. ലജ്ജിക്കരുതേ നിന്നാശ്രിതരാരും ദോഷികൾ നാണിക്കും പാഴ്പണിയിൽ. ഹാലേലുയ്യായോ ഹാലേലൂയ. നാഥാ നിൻ പാതകൾ എന്നെ കാട്ടിടുക. അറിയിക്കണം എന്നെ നിൻ ചെറുവഴികൾ. നിർണയിച്ചെന്നെ പരിശീലിപ്പിക്കാമോ. ജലനിധിയിൽ ദുരിതമഹാജലനിധിയിൽ
എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ശൂന്യതയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ചവനും തലമുറകൾ വരെയും ഞങ്ങൾക്ക് വാസസ്ഥലമായി തീർന്നവനും ഭവനങ്ങൾ പണിതാവയിൽ വസിക്കുവാൻ തക്കവണ്ണം ജ്ഞാനം നൽകിയവനും സത്യവിശ്വാസത്തോടെ തന്നെ നോക്കി വിളിക്കുന്നവർക്ക് ഉത്തരമരുളുന്നവനും സത്യമായി തന്നെ സ്നേഹിക്കുന്നവരെയും അവരുടെ ഭവനങ്ങളെയും വാഴ്ത്തുന്നതിനും കൽപ്പനകൾ ആചരിച്ച് തന്നെ പ്രസാദിപ്പിക്കുന്നവരെയും അവർക്കുള്ള സകലത്തെയും കാത്തുകൊള്ളുന്നവനുമായ തനിക്ക് സ്തുതിയും. തനിക്ക് ഭവനം കുദാശയുടെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടെ ഇരിക്കുന്ന നാളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ ബുക്കുൽ ഹൂനിയോ മോസോ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം പരിശുദ്ധ തൃത്വത്തിന്റെ ദൃഷ്ടാന്തത്തിൽ തന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ അടുത്ത്